ഓ മണി 9 കഴിഞ്ഞല്ലോ ഈശ്വര. അമ്മയുടെ അമ്മേന്റെ ഒരുക്കം കഴിയുമ്പോ മുഹൂർത്തം തെറ്റുമെന്നാ തോന്നുന്നേ. എടാ ഹരികൃഷ്ണ, മതിയടാ മതി. നിന്നെ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പാടത്തു വീട്ടുകാർ കാണുന്നത്. നീ എന്താടാ ഈ കോലത്തില്? നീ ഇനി ഒരുങ്ങിയില്ലേ? ഒരുങ്ങിക്കെട്ടി പുറപ്പെടാൻ വരട്ടെ, എനിക്കൊന്ന് ആലോചിക്കണം. എന്താണോ നീ പറഞ്ഞത്? ആലോചിക്കണമെന്നോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? വട്ടൊന്നുമല്ല, വാസ്തവം തന്നെ ഞാനീ പറയുന്നത്. എനിക്കൊന്ന് ആലോചിക്കണം. ഇത്രയും കാലം ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് അവസാനം ആ പെൺകുട്ടി നിനക്ക് വേണ്ടി അണിഞ്ഞൊരുക്കി നിൽക്കുന്ന നേരത്തെ അവൾ ആലോചിക്കുന്നത്. അതിലെ കരയിപ്പിച്ചാലുണ്ടല്ലോ കുന്നുകളയുന്നതിനെയാണ്. എന്താ ഇത്? നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ എന്തിനു പുറപ്പാടാ? വിട്ടേ അവനെ. എന്താടാ കാര്യം? എടീ, നമ്മുടെ മോൻ നമ്മളെ ചതിച്ചടി. അവനൊന്ന് ആലോചിക്കണമെന്ന്. ആലോചിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അവളെ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്തൊക്കെയാ കേൾക്കണത്? എടാ ഹരികൃഷ്ണ, നീ എന്തൊക്കെയാണ് ഈ പറയണത്? നിനക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റാതിരിക്കാനായി തീരുമാനം. എന്തിന്റെ പേരിലാണ് നീ ഇങ്ങനെയൊക്കെ പറയണത്? എന്ത് തെറ്റാ നിന്നോട് അവള് ചെയ്തത്? അമ്മയെ അച്ഛൻ താലി കെട്ടുന്നതിന് തലേനാൾ അമ്മ മോശക്കാരിയാണെന്ന് ഒരുത്തൻ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ പിന്നെ അച്ഛൻ ഈ അമ്മ യുവാൻ കഴിക്കുമായിരുന്നോ? ഇനി ഇതിന്റെ പേരിൽ അച്ഛൻ എന്നെ തല്ലിക്കൊന്നാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ല. ചതിച്ചല്ലോ ഈശ്വര. പണ്ടൊരിക്കെ നമ്മുടെ വടക്കേപ്പാടത്ത് നല്ല വിളവെടുപ്പ് കിടന്നപ്പോ അതിന്റെ ഒരു സന്തോഷത്തിന് ഞാൻ നിന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതായി കാശുമാല. അന്ന് അവള് പറഞ്ഞതാ, നമുക്കൊരു മോളുണ്ടാവുമ്പോ ഇത് അവളുടെ കല്യാണത്തിന് സമ്മാനമായിട്ട് കൊടുക്കണം. ഇത് അമ്മയുടെ വക. പെണ്ണിനെ ഒരുക്കാൻ പറ്റിയ നല്ല കൂട്ടുകാരികളാ. നേരെ എത്ര ഇത് തുടങ്ങിയിട്ട്? അയ്യോ, മുല്ലപ്പൊന്നും വേണ്ട അടുത്തമ്മേ. അയ്യോടാ, കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങുമ്പോഴേ ഇതൊക്കെ വേണം അല്ലേ ചാ? പിന്നെ അപ്പോഴല്ലേ പെണ്ണ് കല്യാണ പെണ്ണാവുള്ളൂ. എത്തിയോ? എന്താണോ തന്റെ മുഖം കടന്നൽ കുത്തിപോലിരിക്കുന്നേ? ഭാനുമതിയുടെ വായി നല്ലതുമല്ലോ കിട്ടിക്കാണും. എവിടെ കല്യാണത്തേക്കൽ? എവിടെ? അല്ല അത് എന്താടോ? ഒന്നിങ്ങ് എന്താ ബാബുലയ, എന്ത് പറ്റിയിടൂ? ഞാൻ എന്താ പറയാ, അവൻ ഒരുങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ രാത്രിയില് അവനോട് ആരാണ്ട് വിളിച്ചു പറഞ്ഞത്രേ, നമ്മുടെ മീനാക്ഷി. മീനാക്ഷി? ആരെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ഹരിയേട്ടനെ അറിയാം. ഹരിയേട്ടൻ എന്നെ അറിയാം. ഞാൻ പറഞ്ഞ ഹരിയേട്ടൻ കേൾക്കും. ഞാൻ വിളിച്ച ഹരിയേട്ടൻ വരും. ഞാൻ വിളിച്ചോണ്ട് വരാൻ ഹരിയേട്ടനെ. അമ്മായി, എന്താ ഇതൊക്കെ? ഹരിയേട്ടൻ എന്താ പറ്റിയ? അമ്മായിക്കൊന്നും അറിയില്ല എന്റെ കുട്ടിയെ. മോശക്കാരിയാണെന്ന് ആരാ പറഞ്ഞു? മീനാക്ഷി ഹരിയേട്ടനെ അറിഞ്ഞൂടെ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞതല്ലേ, സത്യം ഞാൻ പറയണത്. പറ്റുപോയ എന്റെ അമ്മയാണ് സത്യം. ഹരിയേട്ടാ, അവരൊക്കെ അവിടെ കാത്തു നിൽക്ക. നീ ചെല്ല്. ഇന്നൊരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് പ്ലീസ് മീനാക്ഷി ചെല്ല്. ഹരിയേട്ടൻ വരില്ലെന്ന്. ഈ മീനാക്ഷി ഹരിയേട്ടനെ വേണ്ടെന്നല്ലേ? വേണ്ടെങ്കിൽ വേണ്ട.
ആരുടെയോ വാക്ക് കേട്ട് എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഞാൻ മോശക്കാരിയായില്ലേ? സാരമില്ല, ഒന്നും സാരമില്ല. ഹരിയേട്ടൻ നോക്കിക്കോ, ഈശ്വരൻ ചോദിക്കും. ഈ കണ്ണീരിന് ഈശ്വരൻ ചോദിക്കും ഹരിയേട്ടനോട്. ഇപ്പൊ എന്തായടാ, നാട് നന്നാക്കാൻ ഇട്ടിറങ്ങിയ കാക്കി കൊണ്ട് കോണം എടുക്കേണ്ടി ഒന്നുമല്ലേ? ഞാൻ തന്നെയാടാ ഡിവൈഎസ്പി ഷറഫുദ്ദീൻ. അല്ലെങ്കിലും എന്റെ ഉണ്ണികൃഷ്ണ SI എന്നൊക്കെ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരു 2 അക്ഷരം മാത്ര. മേലുദ്യോഗസ്ഥന്മാർക്ക് കൂട്ടിക്കൊടുക്കാനും അവരുടെ വീട്ടിലെ കൊച്ചന്മാരോടൊപ്പം മസാജിംഗ് പാർലറിലേക്ക് കൂട്ടിന് പോകാനും ഒക്കെയുള്ള തൊപ്പി വെച്ച വെറും മാമ. ആ മാമ തൊപ്പിയും വെച്ച് ഒരിക്കൽ നീ എന്റെ കേസിൽ ഇടപെട്ടതിന്റെ പേരില് എനിക്ക് ചെലവായത് ലക്ഷങ്ങളാ. എന്നാൽ ഈ തോളത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം കുറയാതെ ഇപ്പോഴും ഇവിടെ ഉണ്ടാ. അതൊക്കെ പോട്ടെ, നീ എന്താ ഈ വഴിക്ക്? പെണ്ണ് കേസിൽ സസ്പെൻഷനിലായി ശമ്പളം മുടങ്ങിയ പിന്നെ അവളുമാരെയൊക്കെ നേരിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഇടപ്രായമല്ലാതെ കിളന്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ക്വാർട്ടേഴ്സിലേക്കും വിട്ടേക്ക്. കെട്ടിയ പെണ്ണവളുടെ രഹസ്യ കാമുകന്റെ കൂടെ കിടക്ക പങ്കിട്ടതിന്റെ ദണ്ണം തീർക്കാൻ അവനെ അങ്ങ് വെട്ടിനുറുക്കി പെട്ടിയിലാക്കിയിട്ട് ആ കേസ് മായ്ച്ചു കളയാൻ അതേ കെട്ടിയവളെ മേലുദ്യോഗസ്ഥർക്ക് കൂട്ടിക്കൊടുത്ത് തോളത്തെ നക്ഷത്രത്തിന്റെ എണ്ണം കൂട്ടിയ നിന്നെ പോലെയുള്ള ഭൂലോക പിമ്പുകൾ ഇട്ട് നശിപ്പിച്ച ഈ കാക്കി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഉണ്ണികൃഷ്ണന് വേണ്ടടാ. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കാക്കിയിട്ടല്ല, കഴിവറുടെ മോനെ. കാണിക്കൊന്നേ. എന്താണോ ഇതൊക്കെ? തന്റെ കാര്യത്തിൽ പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ലാത്തതുകൊണ്ട് എവിടെയും ഏത് രീതിയിലും തന്നെ പ്രതീക്ഷിക്കാം. അല്ലടോ, ഇരിക്കെ. താങ്ക് യു സർ. പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഇങ്ങനൊരു കാര്യത്തിന് SP റേഞ്ചിലുള്ള ഒരു സീനിയർ ഓഫീസറെ ചെന്ന് കണ്ടാൽ മതി. എന്ത് കാര്യം? പോലീസ് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കാമെന്ന് സർവാത്മന പ്രതിജ്ഞ ചെയ്ത് ജനസേവനത്തിന് ഇറങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു സർ, തലയിൽ വെച്ച തൊപ്പിക്ക് ഇത്ര ഭാരം ഉണ്ടാവുന്നു. മതിയായി. സ്വന്തം കുടുംബത്തിലും ജീവിക്കുന്ന സമൂഹത്തിലും ഇനിയും അപഹാസ്യനാവുന്നതിന് മുമ്പ് ആ ഭാരം അങ്ങ് ഇറക്കി വെക്കാന്ന് വിചാരിച്ചു. അതിനേറ്റവും നല്ലത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എന്നും മാതൃകയാക്കാൻ ആഗ്രഹിച്ചിട്ടുമുള്ള സാറിന് മുമ്പിലാണെന്ന് തോന്നി. ഒരു റിക്വസ്റ്റ് ആണ് സർ, സാറ് സ്വീകരിക്കണം എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എടോ, കായ്ക്കുന്ന മാവിലേക്ക് കല്ലെറിയൂ. കാലങ്ങളായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല എവിടെയായാലും അതൊരു നാട്ടു നടപ്പാ. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ സിൻസിയറിറ്റിയും ടാലൻസും എന്താണെന്ന് അപ് ടു ഡേറ്റ് അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. അതൊരു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന അർത്ഥത്തിലല്ല, നാട് നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. കേവലം ഒരു സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റേണ്ടി വന്നപ്പോ തന്നെ കാക്കി ഒരു വെച്ച് റിസൈനിങ് ലെറ്ററും തന്ന് തന്നെ പോലുള്ളവർ കാശിക്ക് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ നാട് എന്ന് നന്നാകാനാടും. വല്ലപ്പോഴും എങ്കിലും ഡിവൈഎസ്പി ഷറഫുദ്ദീനെ പോലുള്ള തേർഡ് റേറ്റുകളെ തന്തയ്ക്ക് വിളിച്ചൊന്ന് പൊട്ടിക്കാനും തന്നെ പോലുള്ള തലതെറിച്ച് ഒരുത്തരെങ്കിലും വേണ്ടോ ഡിപ്പാർട്ട്മെന്റില്? നിന്റെ സസ്പെൻഷൻ വിത്തിൻ 1 വീക്ക് അത് പിൻവലിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിരിക്കും. സോറി സർ. ഹലോ.